മലപ്പുറം ജില്ലയിലെ വാഴക്കാട് പഞ്ചായത്തിലെ മുസ്ലിം ലീഗ് സമ്മേളനത്തിൽ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം നടത്തിയ പ്രസംഗം ഇപ്പോൾ ലീഗിനകത്ത് തന്നെ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. പ്രസംഗത്തിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അദ്ദേഹം നടത്തിയ അധിക്ഷേപപരമായ പരാമർശമാണ് വിവാദത്തിന് തുടക്കമായത്. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട സർക്കാർ തീരുമാനത്തെ വിമർശിക്കുന്നതിനിടെയാണ് സലാം പറഞ്ഞത്, മുഖ്യമന്ത്രി ആണും പെണ്ണും കെട്ടവനായതുകൊണ്ടാണ് PM ശ്രീയിൽ ഒപ്പിട്ടത്. ഒരാൾ ആണോ പെണ്ണോ ആയിരിക്കണം, രണ്ടുമല്ലാത്ത മുഖ്യമന്ത്രിയെ കിട്ടിയത് നമ്മുടെ അപമാനമാണ്. ഈ പ്രസ്താവന സാമൂഹികമായി അപകീർത്തികരമാണെന്നും രാഷ്ട്രീയ പക്വതയില്ലായ്മയുടെ അടയാളമാണെന്നും പാർട്ടിക്കകത്തും പുറത്തും വിമർശനമുയർന്നു. സലാമിന്റെ പ്രസംഗം മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ പാർട്ടി അംഗങ്ങൾക്കിടയിൽ തന്നെ അതൃപ്തിയും ആശങ്കയും പ്രകടമായി. മുസ്ലിം ലീഗിന്റെ യുവവിഭാഗമായ യൂത്ത് ലീഗ് ഈ വിഷയത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചു. കോഴിക്കോട് ചേർന്ന സംസ്ഥാന സമിതി യോഗത്തിൽ മുനവറലി ശിഹാബ് തങ്ങളുടെ അധ്യക്ഷതയിൽ നടന്ന ചർച്ചയിൽ സലാമിന്റെ പ്രസ്താവനയെ കടുത്ത ഭാഷയിലാണ് വിമർശിച്ചത്. ഒരു പ്രമുഖ നേതാവ് തന്നെ ഇങ്ങനെ വ്യക്തിപരമായ അധിക്ഷേപം നടത്തുന്നത് പാർട്ടിയുടെ രാഷ്ട്രീയ സംസ്കാരത്തോടും മതമൂല്യങ്ങളോടും യോജിക്കുന്നതല്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി. യൂത്ത് ലീഗിന്റെ നിലപാട് വ്യക്തമാണ്. വ്യക്തിപരമായ അധിക്ഷേപം മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ മൂല്യങ്ങളിൽ ഇടം പിടിക്കില്ല. ഇത് ലീഗിനകത്ത് നിലനിൽക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ പുറം ലോകത്തേക്കും തുറന്നു കാട്ടിയിരിക്കുകയാണ്. അതേസമയം യോഗത്തിൽ സലാമിന്റെ പ്രസ്താവനയ്ക്ക് പുറമെ യൂത്ത് ലീഗിന്റെ ആഭ്യന്തര പ്രശ്നങ്ങളും ചർച്ചയായി. പാർലമെന്ററി ബോർഡിൽ യൂത്ത് ലീഗിന് ആവശ്യമായ പരിഗണന ലഭിക്കുന്നില്ലെന്നത് നേതാക്കളിൽ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രതിപക്ഷത്തിൽ ഇരുന്നു കൊണ്ടും യൂത്ത് ലീഗ് നല്ല രീതിയിൽ പ്രവർത്തിച്ചുവെങ്കിലും അതിനാവശ്യമായ അംഗീകാരം ലഭിക്കുന്നില്ലെന്നാണ് വാസ്തവം. തിരഞ്ഞെടുപ്പുകളിൽ 3 ടേം വ്യവസ്ഥ നടപ്പാക്കാത്തതും യുവജന സംഘടനയ്ക്ക് എതിർപ്പാണ്. നേതൃനിരയിൽ പുതുമയില്ലാത്തത് പാർട്ടിയുടെ ഭാവിക്ക് അനുകൂലമല്ലെന്ന അഭിപ്രായവും യോഗത്തിൽ ഉയർന്നു. എന്തായാലും ഈ വിവാദം എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് പാർട്ടി നേതൃത്വത്തിന്റെ സമീപനമാണ് നിർണായകം.